കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതായത് ഇത് വെള്ളത്തെ പദരൂപത്തിൽ വെള്ളം പമ്പ് ചെയ്യാനാകുമെന്നുള്ളതാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകത. കാലിക്കറ്റ് സിൽക്സിലും തീപിടുത്തമുണ്ടായിരുന്ന സമയത്ത് മണിക്കൂറുകൾ നീണ്ടുപോയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം അത് പിന്നീട് ഈ എഞ്ചിൻ എത്തിയപ്പോഴാണ് കൂടുതൽ വേഗത്തിൽ നടന്നതെന്നുള്ളതാണ് രാഹുൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കുറച്ച് മണിക്കൂറുകളായി ഇപ്പോൾ തീ പടർന്നു പിടിച്ചതിന് ശേഷം ഈ കെട്ടിടത്തിന് അകത്ത് പലയിടങ്ങളിലായതിനാൽ താഴെ നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്യുന്ന ഉൾപ്പെടെയായിരുന്നു ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കിയത്. 2 ജീവനക്കാർ ആശുപത്രിയിൽ ഉണ്ട്, ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പുക ശ്വസിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വന്നപ്പോഴാണ് നമ്മൾ കാഴ്ച കാണാൻ വന്നതാ. വന്നപ്പോഴാണ് വണ്ടിക്ക് പാഞ്ഞു. പിന്നെ തീ പിടിച്ചക്കളല്ലേ നിൽക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടുകൊണ്ട് എല്ലാവരും രംഗത്തേറിയിട്ട് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട്. കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. ഇത് രക്ഷല്ല, ഇത് കൊല്ലം കത്തുള്ള മാതിരിയാണ്. ഇതിന് മുന്നേ പ്രാവശ്യം കത്തിക്കുന്നു. ഒന്ന് അന്വേഷിക്കണം. സംഭവം എന്താ വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഈ ആണ്ടർത്തി വരുന്ന സമയത്താണോ ഇത് കത്തണമെന്നുള്ളതാണ്. അതാ പിന്നെ ഇപ്പോഴത്തെ മറ്റേ ഇതിൻ്റെ അപ്പുറത്തെ കൗൺസിലർ വരുന്നുണ്ട് ഇവിടെ, സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ. കണ്ടോ മുകളിലേക്ക് പോവുക. ഇത് മുകളിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ 2ാമത്തെ ഡ്രസ്സ് ഇട്ട് വന്ന് ഒരു ഡ്രസ്സ് കഴിച്ചിട്ട്, എൻ്റെ യൂണിയൻ്റെ ഡ്രസ്സ് കഴിച്ചിട്ടിട്ട് 2ാമത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞു കേട്ടോ. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും നാട്ടുകാരും ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള തീവ്രശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തുകയാണ്. പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള വലിയ കൂടുതൽ പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുള്ള ഫയർ യൂണിറ്റ് വരെ എത്തിയിരിക്കുന്നു. ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തം 4 നില കെട്ടിടത്തിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. ആദ്യം 2 നിലയിൽ, 2ാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് മറ്റു നിലകളിലേക്കും പടർന്നു പിടിക്കുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം മണിക്കൂറുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംതിയാസ് കരീം, മുഹമ്മദ് ഷഹീദ്, രാഹുൽ KB എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇംതിയാസ് തുടരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. മുമ്പ് ഉണ്ടായതുപോലെയല്ല, വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നുള്ള കാര്യവും പറയുന്നു. ഇപ്പോൾ നേരത്തെ അതായത് അകത്ത് കയറി അണച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആശ്വാസത്തിന്റെ വാർത്തയാണ് അല്ലേ? അതെ. കൺട്രോളുണ്ട്, നിലവിൽ കൺട്രോളായിട്ടുണ്ട്. ഇനി കൂടുതൽ ഭാഗത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ നിലയിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ പോയിട്ട് തുടക്കത്തിലുള്ള ഭാഗം കെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അകത്ത് എത്ര പേര് ഇപ്പോൾ കയറിയിട്ടുണ്ട്? ഇപ്പോൾ 6 പേര് ഈ ഭാഗത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഫയർ എസ്കേപ്പ് വഴി 6 ആൾക്കാർ വേറെയും കയറിയിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തൂടെ ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾഡ് ആണ് എന്നത് നിലവിൽ കൺട്രോൾഡ് ആയിട്ടാണ് കാണുന്നത്. കാര്യം പൂർണ്ണമായും കത്തിയോ? ഇല്ല, പൂർണ്ണമായിട്ടും കത്തിയിട്ടില്ല. 3ാമത്തെ നില എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലാണ് മെയിനായിട്ട് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം പൂർണ്ണമായിട്ടും കെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലത് കെടുത്തി നമ്മൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തേക്കുള്ള ഫ്ലെയിമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി റീഇഗ്നിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. നമ്മൾ ഈ ഗ്ലാസ് തകർന്ന ഭാഗത്തൂടെ കയറിയതല്ലേ? അത് തകർത്ത് കയറിയതാണ്. ഈ താഴത്തേക്ക് തെറിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, അത് സ്വാഭാവികം. നമ്മൾ തീപിടുത്തുണ്ടാകാൻ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ഈ മെയിൻ എൻട്രൻസ് വഴിയാണ് നേരത്തെ സ്റ്റാഫുകളൊക്കെ പോയിരുന്നത്. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ഇവിടെ ഫയർ എസ്കേപ്പ് പറയുന്നുണ്ട്. പുറത്ത് ഫയർ എസ്കേപ്പ് ഉണ്ട്. അതിലൂടെ നമ്മൾ കയറി സ്റ്റാഫുകളൊക്കെ മുന്നിൽ കൂടി തന്നെ പോയത്. അതായിരിക്കും. അത് ഒരു അപകടം വരുമ്പോൾ എത്രയും എളുപ്പത്തിൽ ആളുകൾ പുറത്തിറങ്ങുന്നതാണല്ലോ. എന്ന് ചോദിക്കട്ടെ, ഈ 2ാം നിലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനി 3ാം നിലയിലേക്ക് പടർന്ന് ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ടോ? ഈ 2ാം നില എന്ന് പറഞ്ഞാൽ G+2 ആണ്. സെക്കൻഡ് ഫ്ലോർ. 3ാം നിലയാണ് ശരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3ാം നില. 3ാം നിലയിലാണ് കൂടുതൽ തീപിടുത്തുള്ളത്. സെക്കൻഡ് ഫ്ലോറിലും തീപിടുത്തം ഉണ്ടായിരുന്നു. അത് ഏകദേശം പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. 3ാമത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തീ ഉയർന്നത് അപ്പോൾ എവിടുന്നായിരുന്നു? ആദ്യം തീ ഉയർന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളുടെ തിരക്കിലാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ കഴിവതും വേഗത്തിൽ തീ നിയന്ത്രിച്ചു. ആദ്യം നിയന്ത്രണം വേണ്ടി
ഹൃദയലക്ഷ്യ ജില്ലാ ഫയർ ഓഫീസറാണ്. അദ്ദേഹം പ്രതികരിച്ചത് പ്രകാരം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഫയർഫോഴ്സിൽ ഫയർ ഉദ്യോഗസ്ഥർ 6 പേരാണ് അകത്തേക്ക് കയറി ഓക്സിജൻ മാസ്കിൻ്റെ അടക്കം സഹായത്തോടുകൂടി അകത്തേക്ക് കയറി വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് കൂടുതൽ മേഖലയിലേക്ക് തീ പടരാതെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിലൊപ്പം ഫയർ എഞ്ചിനുകൾ കൂടുതലായി വന്നു. എയർപോർട്ടിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് കൂടി വന്നു. അതിൽ നിന്നും കൂടി വെള്ളം പമ്പ് ചെയ്യുന്നതോടുകൂടി തീ അണയ്ക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഏതായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഫയർ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ആദ്യമേ തന്നെ ഈ തീ വലിയ രീതിയിൽ ആളിപ്പടരുകയും ഈ ഗ്ലാസ് ഭാഗം ഭിത്തിയുടെ ഭാഗം തകർന്ന് താഴത്തേക്ക് വീഴുകയുമൊക്കെ ചെയ്തതുകൊണ്ട് അകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ അടുത്തേക്ക് പോകാനോ പോലും ഫയർ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ വെള്ളം പമ്പ് ചെയ്ത് ഒരു വലിയൊരു ലാഡർ വെച്ച് ഓക്സിജൻ മാസ്കിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏതായാലും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത് പ്രകാരം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ